ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഒരു ചുരിദാർ തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് വേണേ ഇത് കാണാനായിട്ട്. അത് കാണാത്തവർ അത് കണ്ടോളൂ. ഞാൻ ബോഡി മെഷർമെൻറ്റ് എടുത്തിട്ട് എളുപ്പത്തിൽ കണക്കുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഞാനതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഇത് പഠിച്ചാൽ നമ്മൾ ബോഡി മെഷർമെൻറ്റ് എടുത്തിട്ടേ നമ്മൾ സ്റ്റിച്ച് ചെയ്യൂ. അളവ് തന്നാൽ നമ്മൾ അത് വേണ്ടെന്ന് പറയും. കാരണം അത്രയ്ക്ക് എളുപ്പമാണ് ഇത്. കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചുരിദാർ എങ്ങനെയാണ് തയ്ച്ചതെന്ന് നമുക്കൊന്ന് കാണണ്ടേ? വാ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഫ്രണ്ട് പീസ്, ബാക്ക് നെക്ക്, സ്ലീവ് ഇതൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് നെക്ക് ക്യാൻവാസിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് നെക്ക് വെട്ടുമ്പോഴേക്കും ഒരു ബാൻഡ് കൂടി നിർത്തിയിട്ടാണ് ഞാൻ വെട്ടിയത്. അപ്പോൾ ക്യാൻവാസിന് എന്താ പറയുക, വളവും തിരിവും ഒന്നും വരത്തില്ല. കറക്റ്റായിട്ട് ആ ബാൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളും കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ബാൻഡ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ ആ ബാൻഡിൽ കൂടി തന്നെ അങ്ങോട്ട് തുണിയിലേക്ക് ചേർത്ത് വെച്ച് ആ വശം കൂടെ ആദ്യം നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ ഇത് എങ്ങോട്ടും മാറിപ്പോവില്ല, അവിടെ തന്നെ അമർന്നിരുന്നോളും. അയൺ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അയൺ ചെയ്തിട്ട് അടിക്കാം. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തില്ല, കാരണം നമുക്ക് ചുറ്റിനും അടിച്ച് അവിടെ പതിപ്പിച്ച് വെക്കാനുള്ളതാണ്. പിന്നെ അവസാനം നമ്മൾ തയ്ച്ചിട്ട് അയൺ ചെയ്യുമ്പോൾ അതവിടെ പതിഞ്ഞിരുന്നോളും. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ നെക്കിനായിട്ട്, ആ അരികും കൂടി ഒന്ന് തയ്ച്ചെടുക്കുക. ആദ്യം ബാൻഡ് വശം ചേർത്ത് തുണിയോട് തയ്ക്കണം. എന്നതിന് ശേഷം നമ്മൾ ആ റൗണ്ട് നെക്ക് ഒന്ന് ആ അരികിൽ കൂടി തന്നെ, അതായത് ആ സ്റ്റിഫിൻ്റെ കട്ട് ചെയ്തേക്കണ അരികിൽ കൂടി തന്നെ നമ്മളൊന്ന് തുണിയിലോട്ട് ചേർത്ത് അത് പതിപ്പിച്ച് വെക്കുവാണ്. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റിഫൊക്കെ മേടിച്ചതിന് എല്ലാവരും ചെയ്തോളൂ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഈ ബാക്കിലൊന്നും ക്രോസ് പീസൊന്നും വെക്കാൻ നിൽക്കണ്ടെന്നേ, ഇതൊക്കെ വെച്ച് തന്നെ അടിച്ചോളൂ, നല്ല നീറ്റായിട്ടിരിക്കും. ഷോപ്പിൽ നിന്നൊക്കെ തയ്ച്ച് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിത് വീട്ടിലൊക്കെ തയ്ക്കുന്ന ചെറുതായിട്ടൊക്കെ അറിയാവുന്നവരെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ വെച്ചിട്ട് തയ്ച്ചെടുത്തോളൂ കേട്ടോ. സ്റ്റിഫിനൊന്നും അധികം പൈസയൊന്നും ഇല്ല. അപ്പം നമുക്ക് വാങ്ങിക്കാവുന്ന പൈസയൊക്കെ ഉള്ളൂ അതിന്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ടൊക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ ആ വശം കുറച്ച് കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ട്, ഇപ്പോൾ വീഡിയോയിൽ കാണാമല്ലോ നിങ്ങൾക്ക്, ആ അരികും കൂടി ഞാൻ അതിനോട് ചേർത്ത് വെച്ച് അകത്തോട്ട് തന്നെ വെച്ചിട്ട് ആ ചുറ്റിനും ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നെക്ക് പോർഷൻ അടിക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. പതിയെ ഒരു ക്ഷമയോടുകൂടി തന്നെ ഇരുന്ന് ചെയ്യണം. കാരണം ഇത് തിരിഞ്ഞും വളഞ്ഞും ഒന്നും പോകരുത്. ചുരിദാറിൻ്റെ നെക്കൊക്കെയാണ് കാണുന്ന വശങ്ങൾ. അപ്പോൾ നമ്മളത് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണേ. എന്നിട്ട് നമ്മളത് അടിച്ചു കഴിഞ്ഞിട്ട് അതിങ്ങനെ കൃത്യമായിട്ട് മടക്കി അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കറിയാൻ വേണ്ടിയാണ്, അവിടെ ആ മടക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ പാടും വരും കണ്ടോ, നീളത്തിലിങ്ങനെ ആ മടക്കിയ പാടും വരും. ഇത്ര അടിച്ചു കഴിഞ്ഞാൽ ബാക്ക് നെക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഫ്രണ്ട് നെക്കാണ് തയ്ക്കാനുള്ളത്. അപ്പോൾ ഫ്രണ്ട് നെക്കും നമ്മൾ ഒരു യോക്ക് പോർഷനായിട്ട് താഴേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു ക്യാൻവാസിൽ ആ യോക്ക് പോർഷൻ്റെ ഭാഗവും പിന്നെ നെക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളതുപോലെ തന്നെ തയ്ച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ. നമ്മൾ ആ റൗണ്ട് നെക്കും അതിലൊരു ബാൻഡ് ഉണ്ടല്ലോ, ആ ബാൻഡ് ആദ്യം തയ്ച്ചെടുക്കുക. ബാൻഡ് വെക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു തന്നല്ലോ, മനസ്സിലായല്ലോ. അത് വെച്ച് കട്ട് ചെയ്തെന്നാൽ നെക്ക് നമ്മൾ വെക്കുമ്പോൾ ചരിഞ്ഞൊന്നും പോകത്തില്ല. കറക്റ്റായിട്ട് ആ ബാൻഡിൻ്റെ അതേ ഇതിൽ നമുക്കങ്ങ് കിട്ടും. അപ്പോൾ ബാൻഡ് വശം നമ്മൾ ആദ്യം ഒന്ന് തയ്ച്ച് തുണിയോട് ചേർത്ത് തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്ക് നെക്ക് അടിച്ചപ്പോൾ ചെയ്തില്ലേ, റൗണ്ട് പോർഷൻ ഒന്ന് അടിച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് ഈ യോക്ക് താഴേക്ക് വെട്ടിയിട്ടുണ്ടല്ലോ, ഈ നെക്കിൽ കൂടി തന്നെ, ഈ യോക്കിലാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് യോക്ക് വെച്ചിട്ട് നെക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യുകയല്ല, അങ്ങനെയും ചെയ്യുക. പക്ഷെ അതിനേലും എളുപ്പം ഇതാണ്. പിന്നെ നമുക്കിപ്പോൾ ലൈനിങ് ഉണ്ട്, സ്റ്റിഫ് ഉണ്ട്, അപ്പോൾ അത്രയും കട്ട് തന്നെ കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഞാൻ ആ 4 വശം നെക്കിൻ്റെ ആ റൗണ്ട് അടിക്കുന്നതിന് മുമ്പ് തന്നെ ആ 4 വശവും പതിപ്പിച്ച് നമ്മൾ അയൺ ചെയ്ത് എടുക്കുവാണെങ്കിൽ അതായിരിക്കട്ടെ എളുപ്പം. ഞാനിപ്പോൾ എൻ്റെ അയൺ ബോക്സിൻ്റെ അവിടെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തേക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതങ്ങ് അടിച്ചെടുക്കുവാണ്. അയൺ ചെയ്തെടുക്കാൻ പറ്റുന്നവർ അതങ്ങ് അയൺ ചെയ്ത് പതിപ്പിച്ചിട്ട് അതിൽ കൂടി അടിച്ചാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് മടക്കിയൊക്കെ അരികെല്ലാം കൂടി കൂട്ടിയിടിക്കുക. ഇത്ര ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഈ നെക്ക് തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം
പെട്ടെന്ന് തയ്ക്കാം. ഇത് മാത്രം ഒന്ന് നമ്മൾ അല്പം ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതി. കാരണം ഫ്രണ്ട് നെക്കൊക്കെ കാണുന്ന ഭാഗമാണ്. ചുരിദാറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നെക്ക്, സ്ലീവ് ഇതൊക്കെയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തയ്ക്കണേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ റൗണ്ട് നെക്കും അതുപോലെ തന്നെ സ്റ്റിഫിൻ്റെ അരികിൽ കൂടി ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് അതും കൂടി നമ്മളൊന്ന് അടിച്ചെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷനും നമ്മളൊന്ന് മടക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തൊക്കെ വെക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് എഡ്ജും കൂടി അടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതൊക്കെ തയ്ക്കുമ്പോഴേ ഈ പീസൊക്കെ തയ്ക്കുമ്പോൾ നൂലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ 2 കളറുണ്ട്, അതാണ് എനിക്ക് ഇടയ്ക്ക് ഡിലേ വന്നത്. മഞ്ഞയും ഉണ്ട്, പിന്നെ ഈ റെഡ് കളറും ഉണ്ടല്ലോ, ഈ ബ്രിക്ക് കളറും ഉണ്ടല്ലോ. അപ്പോൾ 2 നൂലും മാറ്റി ഇടുന്നുണ്ട് ഞാൻ. നമ്മൾ നൂലൊക്കെ കറക്റ്റ് സെയിം കളർ തന്നെ വന്നാൽ, സെയിം ഷെയ്ഡൊക്കെ തന്നെ എടുത്താലേ ഉള്ളൂ സ്റ്റിച്ചിങ്ങിൽ ഒരിത്തിരി വളവോ തിരിവോ ഒക്കെ ഉണ്ടെങ്കിൽ സെയിം കളറാകുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാവില്ല. നേരെ മറിച്ച് നമ്മൾ വേറൊരു കളറാണെങ്കിൽ ആ വളവും തിരിവും ഒക്കെ ആദ്യമായിട്ട് തയ്ക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്, അതൊക്കെ പെട്ടെന്ന് എടുത്തറിയും. അപ്പം നമ്മൾ പരമാവധി വളവും തിരിവും ഇല്ലാതെ തയ്ക്കുക, എന്നാലും സെയിം കളറ് നൂലൊക്കെ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കാണുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ആ മറ്റേ നൂലിൻ്റെ കളറൊക്കെ മാച്ച് ആയില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തറിയുമ്പോൾ അതൊരു വൃത്തികേടാണ്. എന്നിട്ട് നമ്മൾ ആ ബാക്കിനൊക്കെ ചെയ്ത പോലെ തന്നെ ഇതും മടക്കിയിട്ടിട്ട് ഇതിൻ്റെ സെൻട്രൽ പോർഷനും അതുപോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത്, അപ്പോൾ ആ മടക്കും വരുമല്ലോ, ആ മടക്കും ഒന്ന് നമുക്ക് ഒന്ന് പതിയെ ഒന്ന് അമർത്തി അങ്ങ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ മടക്കും കാണാം. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇനി സ്ലീവാണ് തയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2 കഴുത്തും തയ്ച്ച് വെച്ചു, ബാക്കും തയ്ച്ചു, ഫ്രണ്ടും തയ്ച്ചു. ഇനി നമ്മൾ സ്ലീവും കൂടി തയ്ച്ചു. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പണിയില്ല. ഫ്രണ്ടിലേക്ക് ആ നെക്ക് പിടിപ്പിക്കുക, സ്ലിറ്റ് അടിക്കുക, തീർന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സുഖമാണ് തയ്ക്കാനായിട്ട്. നമ്മൾ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. എത്ര രൂപയാണ് ചുരിദാറൊക്കെ തയ്ക്കുന്നതിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ അരികിലോട്ട്, അതായത് അകത്തെ വശത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. അത് ഞാൻ അകത്തെ വശത്ത് എടുത്തിട്ട് 1/2 ഇഞ്ച് ഇതിൽ ഞാൻ തയ്ക്കുവാണത്. എന്നിട്ട് ഞാനത് പുറത്തേക്ക് എടുത്തിട്ട് അത് ബാക്കി വരുന്ന വശമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. എന്നിട്ട് ഞാനത് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ അരികൊക്കെ ഇങ്ങനെ, അപ്പോൾ അകത്തൊരു കുറച്ച് തുണിയുണ്ട്. കാരണം അതിപ്പോൾ ഒരു അരികിൽ കൂടി കണ്ടാലും ആ പിങ്ക് ഭാഗം പെട്ടെന്ന് കാണാതിരിക്കാനാണ് ഞാൻ അത്രയും വീതിയിൽ അകത്തോട്ടും കൂടി കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ അരികിൽ കൂടിയൊക്കെ തയ്ച്ചെടുക്കുവാണ്. കണ്ടോ? എന്നിട്ട് പുറത്തേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ അരികിൽ കൂടി നമ്മൾ പുറത്തേക്ക് പുറത്ത് ഭാഗത്ത് അടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൈപ്പിങ്ങൊക്കെ അരികിൽ വെക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഗോൾഡൻ ലേസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭംഗിയാക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാനതൊന്നും വെച്ചില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് പഠിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ വെച്ചിട്ട് തയ്ക്കണ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമ്മൾ അടുത്ത സ്ലീവും ഒന്ന് ചെയ്തെടുക്കുക. ഉണ്ടോ? ഇപ്പോൾ അതങ്ങനെ ഇരിക്കുന്നത് കൊണ്ടിട്ട് ഇപ്പോൾ സൈഡിൽ കൂടിയൊക്കെ കയ്യിൻ്റെ കണ്ടാലും ആ ഒരു ഷെയ്ഡ് തന്നെ അകത്ത് കാണുള്ളൂ. പിങ്ക് ഷെയ്ഡ് പെട്ടെന്ന് അറിയില്ല. കാരണം ഞാനത് പിങ്ക് കട്ട് ചെയ്ത് കളയാതിരുന്നത്, എനിക്കത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ സ്റ്റിഫൊക്കെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ അവിടെ അത്യാവശ്യം കട്ടിയായിട്ടിരിക്കുമല്ലോ, ആ കസവ് ഭാഗം കൂടി ഉള്ളത് കൊണ്ടിട്ട് കട്ടിയായിട്ടിരിക്കുമല്ലോ എന്ന് ഓർത്താണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റിഫൊക്കെ അവിടെയും വെച്ച് കൊടുത്തിട്ട് വേണം ആ അജ്രക് പീസ് അതിലോട്ട് വെച്ചൊക്കെ മറിച്ചൊക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ കൈ രണ്ടും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്ക് പീസ് തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഫ്രണ്ടും ബാക്കും ഒന്ന്. അപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ നല്ല തുണിയും ബാക്ക് പീസിൻ്റെ ലൈനിങ് പീസും എടുത്ത് വെക്കുക. എന്നിട്ട് ബാക്ക് പീസിൻ്റെ നല്ല തുണിയുടെ അകത്ത വശത്തേക്ക് ഈ ലൈനിങ് പീസ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതെടുത്തപ്പോഴാണ് നമ്മൾ ബാക്ക് ടെക്ക് അന്ന് അടയാളപ്പെടുത്തിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ടക്കൊക്കെ വരച്ചിട്ട്, ഇപ്പോൾ ഈ ടക്ക് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് ടക്ക് ഇടാൻ വേണ്ടി ഷോൾഡറിൽ നിന്ന് താഴേക്ക് 10 എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് താഴേക്ക് വരച്ച് ചെയ്യില്ല, അതുപോലെ തന്നെ ബാക്കും വരച്ച് ചെയ്യുക. ഇതും ഓരോ സൈസ് അളവുണ്ട് കേട്ടോ, മീഡിയം, ലാർജ്, എക്സൽ അങ്ങനെ ഇതായിട്ട് പോവും. ഇപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ അളവിലാണ് എടുത്ത്
മാർക്ക് ചെയ്ത് വെച്ചത്. എന്നിട്ട് നമ്മൾ ബാക്ക് വശത്തിൻ്റെ അകത്ത വശത്തേക്ക് ബാക്ക് പീസ് ലൈനിങ് വെച്ചിട്ട് നമ്മൾ ആ സെൻറ്റർ രണ്ടിനും മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കാണുന്നില്ലേ? അതവിടെ സെൻറ്ററും ആ ലൈനിങ്ങിൻ്റെ സെൻറ്ററും കൂടി ഒരുമിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാവാൻ പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു മാർക്കിംഗ് ഒക്കെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളത് 4 വശവും കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ മേൽഭാഗം ഒന്ന് പതിപ്പിച്ച് വെക്കുക. എന്നിട്ട് ചുറ്റിനും ഈ ലൈനിങ് പീസ് ആ നല്ല തുണിയുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കും. ഉണ്ടോ? അപ്പോൾ നമുക്ക് ഷിഫോൺ ക്ലോത്തൊക്കെ ആണെങ്കിൽ പിന്നൊക്കെ വെച്ചിട്ട് ചെയ്യണം. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് തെന്നുന്നുണ്ട്, കുറച്ച് സിൽക്കിയാണ്. അപ്പോൾ അറ്റം വരെ അടിക്കില്ല കേട്ടോ, നമ്മളിത് കുറച്ച് ഭാഗം അവിടെ വിടും, അവിടെ തോളം അടിക്കുകയുള്ളൂ പതിപ്പിച്ചടിക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ നീഡിലിൽ നിന്ന് തുണി ഊരിയെടുത്തിട്ട് അപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെ അരികും അടിച്ച് പതിപ്പിച്ചവിടെ വയ്ക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ അടിവശവും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുമല്ലോ, നമ്മളത് കുറച്ച് വിട്ടിട്ടല്ലേ തയ്ച്ചത്. ആ അടിവശവും നമ്മളൊന്ന് മടക്കി ഒന്ന് അരയിഞ്ച് വീതിയിൽ നമ്മളൊന്ന് മടക്കി അവിടെയും കൂടി അടിക്കുകയാണ്. അപ്പം ബാക്ക് പീസിൻ്റെ അടിയും കഴിഞ്ഞു. ഇനി നമ്മൾ ആ കൂടുതൽ വന്ന നല്ല തുണി ഉണ്ടല്ലോ, നല്ല തുണി കുറച്ച് അരികൊക്കെ കൂടുതൽ വരും. ആ അരികൊക്കെ ഒന്ന് ലൈനിങ് തുണിയാണല്ലോ കറക്റ്റ് അളവ്, അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന നല്ല തുണിയൊക്കെ നമ്മളൊന്ന് വെട്ടി ലെവൽ ചെയ്തൊക്കെ എടുക്കുക. എന്നിട്ട് തുണി മറിച്ചിടുമ്പോൾ അകത്ത് ലൈനിങ് ആയി, കണ്ടോ? ഇപ്പോൾ പതിപ്പിച്ച് അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശം അതിനോട് ചേർത്ത് സെൻട്രൽ പോർഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ സെൻറ്ററിലേക്ക് ബാക്ക് പീസിൻ്റെ നെക്ക് നമ്മൾ ആ നല്ല വശം അങ്ങോട്ട് തുണിയുടെ നല്ല വശത്തേക്ക് ബാക്ക് പീസിന് നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നെക്ക് നമ്മളൊന്ന് അടിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ബാൻഡ് വശം അടിച്ചു വെക്കരുത് കേട്ടോ, അതിൽ അടിച്ചു വെച്ചാൽ അപ്പുറത്തേക്ക് മറിച്ചിടാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇനി നമ്മൾ ആ സൈഡ് നെക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗമില്ലേ, അതങ്ങ് വെച്ച് ചേർത്തങ്ങ് പതിപ്പിച്ച് അടിച്ചെടുക്കുക. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം കേട്ടോ, പതിയെ സമയം എടുത്ത് ചെയ്താൽ മതി തുടക്കക്കാരൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്കൊക്കെ വളഞ്ഞൊക്കെ പോകും. അപ്പോൾ ഒന്ന് പതിയെ സമയം എടുത്തൊക്കെ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളത് മറിച്ചിട്ടിട്ട് അത് പതിച്ചടിക്കുന്നത് ലൈനിങ് പീസിലാണേ, ഇപ്പുറത്തെ തുണിയിലേക്ക് വരരുതടി. ആ ലൈനിങ് പീസിൻ്റെ എഡ്ജിൽ വേണം ആ പതിച്ചടിക്കുന്ന അടിപ്പ് വരാനായിട്ട്. അത് പതിച്ചടിച്ച് കഴിഞ്ഞാൽ ബാക്ക് നെക്കിൻ്റെ അടിപ്പ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. കണ്ടോ, ഇപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ വൃത്തിയായിട്ട് ചെയ്തെടുത്തു ക്യാൻവാസിൽ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മളവിടെ ചിലർ ക്രോസ് പീസൊക്കെ വെച്ച് അടിക്കും, പക്ഷേ ഇങ്ങനെ വെച്ചടിച്ചാലുണ്ടല്ലോ നല്ലതായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അടിച്ചിട്ടില്ലാത്തവരെ ഇങ്ങനെയൊക്കെ ക്യാൻവാസിൽ തന്നെ ചെയ്തെടുത്തോളൂ കേട്ടോ. തുടക്കക്കാരെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ക്യാൻവാസിലൊക്കെ തന്നെ അടിക്കാൻ പഠിക്കുന്നതൊക്കെ, പക്ഷേ പണ്ടൊക്കെ തയ്യൽ പഠിക്കുമ്പോൾ അങ്ങനെയല്ലായിരുന്നു. ഇനി ഇതൊന്ന് വൃത്തിക്ക് അയൺ ചെയ്ത് എടുക്കണം. ഞാൻ എല്ലാം കൂടി അവസാനം ചെയ്യാം കേട്ടോ, എനിക്കിപ്പോൾ തേക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ബാക്ക് നെക്ക് അടിച്ച് കഴിഞ്ഞാൽ ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ടക്ക് ഒന്ന് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ടക്ക് അടിക്കുമ്പോഴേ നമ്മൾ ലൈനിങ്ങും അതും കൂടി ആ വരച്ചേക്കണ ലൈൻ ഉണ്ടല്ലോ അതിൽ കൂടി വെറുതെ ഒന്ന്, അതായത് മടക്കി ഒന്നും എടുക്കാണ്ട് ആ ലൈൻ അറ്റം വരെ വെറുതെ ഒന്ന് അടിക്കുക. ഇത് എന്തിനാണെന്നോ, തുണി അവിടെ നിന്ന് തെന്നിപ്പോവാണ്ടിരിക്കാനാണ്. ചില തുണിയൊക്കെ നമ്മൾ പിടിച്ചിങ്ങനെ മടക്കി എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ അകത്തുനിന്ന് ചിലപ്പോൾ ലൈനിങ്ങിൽ അടി കൊള്ളില്ല, അല്ലെങ്കിൽ നല്ല തുണിയിൽ അടി കൊള്ളില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, ഇതിപ്പോൾ അവിടെ പതിഞ്ഞിരുന്നു. എന്നിട്ട് നമ്മൾ മടക്കി അവിടെ ടക്ക് അടിച്ചു കൊടുത്തെന്നാൽ അതവിടെ കറക്റ്റായിട്ടിരുന്നോളും. കണ്ട, കൃത്യമായിട്ട് കിട്ടിക്കോളും, നമുക്ക് ഒരു പാടുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ടക്ക് അടിക്കുന്നത്. ആദ്യം നമ്മൾ ആ മാർക്ക് ചെയ്ത് അതിൽ കൂടിയിട്ട് നല്ല തുണിയിലേക്ക് ലൈനിങ്ങും ചേർത്ത് വെറുതെ ഒന്ന് ഒരു അടി കൊടുക്കുക. എന്നിട്ട് വേണം ടക്ക് മാർക്ക് മടക്കി ഒന്ന് അടിക്കാനായിട്ട്. അപ്പോൾ നൂലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്തൊക്കെ മാറ്റണം കേട്ടോ. ആദ്യം അടിച്ചാൽ ആ നൂല് പുറത്ത് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ ഫ്രണ്ട് അപ്പോൾ ബാക്ക് അടി കഴിഞ്ഞു കേട്ടോ, ബാക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഫ്രണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ അകത്ത വശത്തേക്ക് തന്നെ നമ്മൾ ഈ ലൈനിങ് ബാക്ക് നമ്മൾ ചെയ്തില്ലേ, പതിപ്പിച്ച് 4 വശവും നമ്മൾ അടിച്ചെടുത്തില്ലേ, അതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ടിൻ്റെ അവിടെ കൈക്കുഴിയുടെ ഭാഗം ഇത്തിരി അധികം വരും, കാരണം നമ്മൾ കൈ കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ ലൈനിങ്ങിൽ, അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇത്തിരി അധികം ഇങ്ങനെ പുറത്തേക്ക് നല്ല തുണി തള്ളി നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കിൽ അത്ര ഉണ്ടായിരുന്നില്ലല്ലോ, ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ അവസാനം വരെ അടിക്കേണ്ട, കുറച്ച് വിട്ടിട്ട് അടിക്കുകയുള്ളൂ. എന്നിട്ട് ബാക്ക് വശം നമ്മൾ
അല്ല, താഴെ വശം നമ്മൾ ഇതുപോലെ തന്നെ അറേഞ്ച് രീതിയിൽ അവിടെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഫ്രണ്ട് നെക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ആ നീണ്ട് വന്നിരിക്കുന്ന നല്ല തുണിയുടെ വശമൊക്കെ കൈയിൻ്റെ അവിടെയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ ലൈനിങ് ആണ് എപ്പോഴും കറക്റ്റാക്കി വെട്ടുന്നത്. ബാക്കി തുണിയൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കറക്റ്റാക്കിയിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോഴേ നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ സൈഡിലുള്ള തുണിയൊക്കെ അരികൊക്കെ അടിച്ച് വരുമ്പോൾ നമ്മളിപ്പോൾ ലോക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അതങ്ങ് കട്ടായി പോയിക്കോളും. പക്ഷേ ഈ കൈയിൻ്റെ അവിടെയൊന്നും കട്ടായി പോവില്ല. അതൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ മാറ്റണം കേട്ടോ, അധികമുള്ള തുണിയൊക്കെ. എന്നിട്ട് നമ്മൾ ആ യോക്ക് പോർഷൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ബാക്ക് ചെയ്തില്ലേ, അപ്പോൾ ഇതിലൊരു കാര്യമുണ്ട്. നമ്മൾ ബാക്കിൻ്റെ ചെയ്തപ്പോൾ നല്ല വശത്ത് നിന്ന് അകത്തേക്ക് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് മടക്കിയത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അകത്ത വശത്താണ് ഈ നെക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ യോക്ക് പുറത്തേക്ക് മടക്കി എടുക്കുമ്പോൾ നല്ല വശത്ത് ഇത് വന്നോളും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബാക്ക് നെക്കിൻ്റെ വെച്ചത് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് അകത്തേക്ക് മടക്കി, ഇത് ചീത്ത വശത്ത് തന്നെ യോക്ക് വെച്ചിട്ടാണ് അതിൽ റൗണ്ട് നെക്ക് അടിച്ചിട്ട് നമ്മൾ അകത്തൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ട്, അവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അധികം കട്ട് ചെയ്തെടുത്ത് തുണി കുറച്ച് ഇടണം. എന്നിട്ട് അരികൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളത് വൃത്തിക്ക് കണ്ട യോക്ക് ഇപ്പോൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ അത് പുറത്ത് വന്നു, അകത്തുനിന്ന് അത്രയും ഭാഗം പുറത്ത് വന്നു. അപ്പോൾ ഈ സമയത്ത് അരികിലൊക്കെ പൈപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഈ പീസ് മാത്രം വെച്ചുള്ളൂ. കണ്ട ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇപ്പോൾ നെക്കും നമുക്ക് നല്ല സിമ്പിളായിട്ട് കിട്ടി. ഇനി ഇത് ഹെമ്മിങ് ചെയ്യും ഒന്നും വേണ്ട. ഇപ്പം നമുക്ക് ബാക്ക് നെക്ക് മാത്രമേ ഉള്ളൂ ഹെമ്മിങ് ചെയ്യാൻ. ഇനി അതിൻ്റെ ഷോൾഡർ കൂട്ടുമ്പോൾ ആ ബാക്ക് നെക്കിൻ്റെ ആ തയ്ച്ച വശം പുറത്തേക്ക് ഇട്ടിട്ട് തയ്ച്ചെന്നാലുണ്ടല്ലോ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കാൻ വേണ്ട. ഇപ്പോൾ അവിടെ ഒന്നും അങ്ങനെ തയ്ച്ച ഭാഗമൊന്നും കാണില്ല കേട്ടോ, അതൊക്കെ അകത്ത് പോകും. ഇനിയിപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കൈ എടുത്തിട്ട് കൈ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈ നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴിഞ്ഞ് വെട്ടിയിരിക്കുന്ന ഭാഗം ഫ്രണ്ട് ഭാഗത്തിൻ്റെ അവിടെ വരണം. അപ്പോൾ അത് മാറിപ്പോകരുത്. എന്നിട്ട് കൈയിൻ്റെ സെൻട്രൽ പോർഷൻ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ചുറ്റും ഇങ്ങനെ ഒന്ന് പതിയെ വെച്ച് നോക്കുക. അറ്റം വരെ അതേ കറക്റ്റാണ്. ഇനി അതങ്ങ് വെച്ചിട്ട് അരയിഞ്ച് വീതിയിൽ നമ്മളത് അവിടെ അങ്ങ് തയ്ക്കുവാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇത് സാധാരണ സ്ലീവാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്, പഫൊന്നുമില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് ചുറ്റിനും എടുത്തിട്ട് ഇവിടെയൊക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ലോക്ക് ചെയ്യാൻ പറ്റുന്നവർ ലോക്കും ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ലോക്ക് മെഷീൻ എടുത്ത് കാണിച്ചിട്ടില്ല, ഞാനതെടുത്ത് കാണിക്കാം. അപ്പോൾ അടുത്ത സ്ലീവ് നമ്മളതങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ട് ഒരു കൈ നോക്കിയാൽ മറ്റതും കറക്റ്റായിട്ട് വരും. എന്നാലും പുറകു വശത്തേക്ക് ആ കുഴിച്ച് വിട്ടിരിക്കുന്ന ഭാഗം തിരിഞ്ഞും മറിഞ്ഞും പോകരുത്. കൃത്യമായിട്ട് വരുന്നതാണ് ഒരെണ്ണം തയ്ച്ച് കഴിഞ്ഞാൽ. എന്നാലും അതൊന്ന് നോക്കി ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൈ തൊട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലിറ്റ് വരെ നമ്മൾ മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ആ ലൈനിൽ കൂടി അങ്ങ് അടിച്ച് പോവുക. നമ്മൾ രണ്ടറ്റം ഒപ്പമാക്കി അടിക്കണം. എത്തുന്നില്ലല്ലോ കുടുക്കുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വലിച്ചൊന്നും അടിക്കരുത്. അത് ശരിയായിക്കോളും. രണ്ടറ്റം എന്ന് വെച്ചാൽ ബാക്കിൽ നമ്മൾ ടക്കി ഇട്ടേക്കുന്നത് കൊണ്ടിട്ട് ബാക്ക് പക്ഷേ ഇത്തിരി ചുരുങ്ങി ഫ്രണ്ട് ഇത്തിരി കൂടുതലായിട്ടും കിടക്കും. അത് പക്ഷെ രണ്ടരികും ഈക്വലാക്കി അടിച്ച് പോയെന്നാൽ അത് കൃത്യമായിട്ട് വന്നോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി സ്ലിറ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്ലിറ്റ് അടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് പതിയെ ഇങ്ങനെ മടക്കി ഈ സ്ലിറ്റ് അടിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ തുണി തൊട്ടില്ല എന്ന് പറഞ്ഞ് വേണം വെക്കാനായിട്ട്. അതായത് ഒട്ടും വലിക്കരുത്, തുണിയിൽ വലിച്ചടിക്കുകയും ചെയ്യരുത്. പതിയെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ പതുക്കെ വെച്ച് കൊടുക്കുക. നമ്മൾ വലിക്കുകയോ നമ്മൾ ചുളിവ് വീഴുമല്ലോ എന്ന് ഓർത്തിട്ട് വലിക്കരുത്. വലിക്കുമ്പോൾ ഒന്നുകൂടി ചുളിവ് വീഴും. അപ്പോൾ അങ്ങനെ നീറ്റായിട്ട് സ്ലിറ്റ് അടിച്ചെടുത്ത്. പിന്നെ സ്ലിറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരടിപ്പേ അടിക്കുകയുള്ളൂ. കാരണം അവിടെ രണ്ടടിപ്പ് അടിക്കേണ്ട കാര്യമില്ല. ആ ഭാഗത്ത് നമുക്ക് ഒരു തരത്തിലും അഴിഞ്ഞു പോകേണ്ട സാധ്യത ഒന്നുമില്ല. വെറുതെ ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളവിടെ സ്ലിറ്റ് അടിക്കുന്നത്. അവിടെ ഒരടിപ്പ് മതി, അതാണ് ഭംഗി. നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറിലൊക്കെ കണ്ടിട്ടില്ലേ, അല്ലാതെ അതിൻ്റെ അരികിൽ കൂടി അടിച്ചിട്ട് ആ അടിപ്പൊക്കെ പുറത്ത് കാണും. അതൊക്കെ വൃത്തികേടാണ്. അവിടെ ഒരടിപ്പ് മതി, അത് തന്നെ ആവശ്യത്തിലധികമാണ്. അപ്പോൾ ആ ഒരടിപ്പ് മതി. അല്ലാണ്ട് സ്ലിറ്റിൻ്റെ അരികിൽ കൂടി വേറൊരു അടിപ്പും കൂടി ഇട്ടിട്ട് അത് വൃത്തികേടാക്കരുത്. അവിടെ ഒരടിപ്പ് മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി അത് ബാക്ക് നെക്ക് ഹെമ്മിങ് ചെയ്തെടുക്കുന്നതാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ഹെമ്മിങ് തന്നെ കൊടുക്കണം കേട്ടോ, എന്നാലേ വൃത്തിയാവുള്ളൂ. നമ്മൾ അടിച്ചൊന്നും വെക്കരുത്, അപ്പോൾ നൂല് പുറത്ത് കാണും. അപ്പോൾ ഇതുപോലെ ഹെമ്മിങ് നല്ല ഭംഗിക്ക് അങ്ങ് ഹെമ്മിങ് ചെയ്താൽ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തയ്ച്ചെടുത്തു. ഇനി നമ്മളിതൊന്ന് വൃത്തിക്ക് തേച്ചെടുക്കണം, എന്നാലാണ് ഇതിൻ്റെ
ആ പെർഫെക്ഷനൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതേ കണ്ടോ, ഇപ്പോൾ ഇത് റെഡി ആയിട്ട് ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഞാൻ സ്റ്റിഫൊന്നും തേച്ചില്ലായിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ തേച്ചപ്പോൾ അതിലേക്ക് പതിഞ്ഞൊക്കെ അത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ. ഞാൻ ഇനിയും ഇതുപോലത്തെ എളുപ്പത്തിൽ തയ്ക്കാവുന്ന സൂത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ എന്നെ. എന്നാലേ എനിക്ക് തയ്ക്കാനൊക്കെ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കണ്ട പഴയ സാരി ഒരു പുതിയ രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു. സത്യത്തിൽ ഇതിപ്പോൾ പഴയ സാരിയാണെന്ന് പെട്ടെന്ന് പറയത്തില്ല കേട്ടോ. പിന്നെ അപ്പം നിങ്ങളുടെ കയ്യിലും ഇതുപോലെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കസവ് ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതിയെന്നേ, നല്ല ഭംഗിയായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാൽ ശരി കേട്ടോ.